പത്രമാരിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയും ദേവയാനിയുമാണ് കാണിക്കുന്നത്. അപ്പോ അവാർഡ് ദാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, അവാർഡൊക്കെ കിട്ടി. അങ്ങനെ മരുമകളുടെ നെറ്റിയിൽ ഒരു ചൂട് ചുംബനമൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പത്തേക്കും നയന പെട്ടെന്ന് ദേവയാനിയുടെ കാൽക്കൽ വീണ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്. അപ്പോ തീർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അന്മരി അങ്ങോട്ട് വരികയാണ്. അപ്പത്തേക്കും പറയാണ് ഇനി അടുത്തൊരു സമ്മാനമായിട്ടാണ് നമ്മുടെ ദേവയാനി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ആ മാല ഇങ്ങനെ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ മാല അണിയിച്ചൊരുക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ നയന പറയുകയാണ്, എനിക്ക് മനഃപൂർവ്വം ഞാൻ അമ്മയുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം അമ്മ കേൾക്കെ നവ്യേച്ചിയോട് എനിക്ക് ആ മാല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതെന്ന് പറയും കേട്ടോ. ഇപ്പോ ഒരുപാട് സന്തോഷത്തോടു കൂടി അമ്മയാൽ മാല മേടിച്ച് നമ്മുടെ നയനയുടെ കഴുത്തിൽ സന്തോഷത്തോടു കൂടി ദേവയാനി അണിയിച്ചു കൊടുക്കുകയാണ്. മകൻ നയന മേഡത്തിന്റെ കഴുത്തിൽ മാല അണിയിച്ചു. ഇപ്പോൾ അമ്മയും അണിയിച്ചു മാല. ഇനി ഈ ഒരു ബന്ധം ഇടമുറിയാതെ ആ വാനോളം നിൽക്കട്ടെ എന്നിങ്ങനെ നമ്മുടെ ആൻമരിയ പറയുകയാണ്. അതുപോരാ, അമ്മായിയമ്മ മാത്രമല്ല നയനയും ഈ സംഘടനയുടെ തലപ്പത്ത് എത്തണമെന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോ നയന പറയാണ്, ഈ സംഘടനയിൽ ഞാനൊരു അംഗമായിക്കോളാം, എന്നാൽ അമ്മയുടെ മുകളിലൊരു സ്ഥാനമൊന്നും എനിക്ക് ഇവിടെ വേണ്ട എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒന്നിച്ച് നിന്ന് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പെട്ടെന്ന് ദേവേന് പറയാണ്, ആൻമരിയ നേരത്തെ ഇങ്ങനെയുള്ള നാടകീയ രംഗങ്ങളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നില്ലല്ലോ, അറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആൻമരിയ ചോദിക്കും അതെന്താ അങ്ങനെ ചോദിക്കുമ്പോൾ പറയും, എന്നെ ചതിച്ചവരുടെ കൂട്ടത്തിൽ ഇനിയും കുറേ പേരുണ്ടല്ലോ, ആദർശിൻ്റെ അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ഒരു ടെലികാസ്റ്റ് നടത്തരുത് എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. അവരൊന്നും അത്ര പെട്ടെന്ന് അമ്മായിയമ്മയും മരുമോളും ഒന്നിച്ചത് അറിയണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി മരുമോളെ നോക്കി ചിരിക്കുകയാണ്. അപ്പൊ നയന പറയും, ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് എന്ന് പറയേ. അപ്പോൾ നമ്മുടെ ഗ്രേസി പറയും, ഇപ്പോൾ അമ്മായിയമ്മയും മരുമോളും ഒരുപോലെയാണ് ചിന്തിക്കുന്നത് എന്ന് പറയും കേട്ടോ. ഇനി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ അന്യരെ പോലെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം, മുളുവ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ കേട്ടോ. നന്ദു ഇങ്ങനെ മൊബൈലൊക്കെ നോക്കിയിട്ട് സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്താ ചേച്ചിയുടെ അവാർഡിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ കനക ഒന്ന് കാണിച്ചേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയും, ഞാൻ ആദ്യം കണ്ടിട്ട് നീ കണ്ടാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഫോട്ടോ കാണും. ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ നയനയുടെ ഫോട്ടോ മാത്രമേ ഉള്ളേ, ബാക്കി അപ്പുറത്ത് എനിക്ക് നാളുടെ ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നയനയ്ക്ക് അവാർഡ് കിട്ടിയില്ല, ഇനി അമ്മയും മരുമോളും കൂടെ ഒന്നിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നന്ദു ഇങ്ങനെ പറയും, ചേച്ചിക്ക് അമ്മായിയമ്മയുടെ സ്വഭാവത്തിൽ ഇത്തിരി ചെറിയ ഡൗട്ടുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്തിനും കനകം ചോദിക്കും അതെന്താ അങ്ങനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ചേച്ചിക്ക് ബലമായ സംശയമുണ്ട് അമ്മായിയമ്മ മരുമോളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ നയനമോൾക്ക് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ കയറാൻ പറ്റുന്നതും അതുപോലെ തന്നെ ചീഫ് ഡിസൈനറായിട്ട് ആദർശി നിയമിച്ചതും ഒക്കെ. ഇനിയും കല്യാണിയെ പോലെ ഒരുപാട് ഉയരങ്ങൾ നമ്മുടെ മോൾക്ക് താണ്ടേണ്ടതായിട്ടുണ്ട് എന്നിങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അപ്പൊ നന്ദു പറയാണ്, അവസാനം മൂർത്തി സാറ് നമ്മുടെ ചേച്ചിയുടെ പേരിൽ അറിയപ്പെടുവോ അച്ഛാന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ഗോവിന്ദൻ പറയും, മൂർത്തി സാറിന് അങ്ങനെ കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുള്ളൂ, എന്നാൽ ആ വീട്ടിലെ മറ്റുള്ള ആളുകൾക്കായിരിക്കും അതിന് പ്രശ്നം എന്നിങ്ങനെ പറയുകയാണ്. ദൈവം നന്ദുമോളെ ഇനി വന്നേ, ഇത് കണ്ടോ, നയനമ്മയുടെ കഴുത്തിൽ മാല കിടക്കുന്ന കണ്ടല്ലോ. ആ ശരിയാണമ്മേ, ഇത് ഡയമണ്ട് മാല ആയിരിക്കുമോ? അപ്പോൾ ഒന്ന് പറയുന്നുണ്ട്, ഈ ഇതുപോലൊരു ചെറിയ ഫംഗ്ഷന് ഡയമണ്ട് ഒന്നും ആരും കൊടുക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയുകയാണ്, ഇപ്പോൾ പെട്ടെന്നുള്ള ഈ ഫംഗ്ഷൻ ഇടയ്ക്ക് വെച്ചിട്ട് എടുത്ത ഒരു ഫോട്ടോയേ ഉള്ളൂ, ഇതിലൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ടൊക്കെ മാറ്റമല്ല, നമുക്ക് ചേച്ചിയെ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താണെങ്കിലും ചേച്ചിയെ കൊണ്ട് നല്ലൊരു ചെലവ് ചെയ്യിപ്പിക്കണമെന്ന് ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയും, വേണ്ട പൈസയൊക്കെ കയ്യിലിരുന്നോട്ടെ എന്ന് പറയുകയാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ നയനയും ദേവയാനിയും ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി ചിരിക്കുക, മോളെന്ന് ചിരിക്കുന്നതും ചിരിക്കുകയാണ്. അപ്പോൾ പറയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ആലോചിച്ച് ചിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ ചോദിക്കും കേട്ടോ, കോമഡിയാണെന്ന് ചോദിക്കും. കോമഡിയാണ്, ട്രാജഡിയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ഒരു ദേവയാനി പറയും, സത്യം പറഞ്ഞാൽ മോൾ ചെയ്ത ത്യാഗം അറിഞ്ഞതിന് ശേഷം മോളെ ഒന്ന് ചേർത്ത് എത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ചൂളി വിയർത്ത് നിൽക്കണമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്.
അപ്പൊ നയന ഇങ്ങനെ പറയുകയാണ്, വെറുപ്പിന്റെ ആഴം കൂടും തോറും സ്നേഹത്തിന്റെ അളവും കൂടും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവേന പറയും അത് ശരിയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അവർ സന്തോഷത്തോടു കൂടി ജ്യൂസ് കുടിക്കുകയാണ്. അതിനുശേഷം മോൾക്ക് ഞാൻ ചാനലിൽ വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. ഇല്ലമ്മേ, കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം പറയും അതല്ല, നമ്മുടെ വീട്ടിലെല്ലാവരും പറഞ്ഞതല്ലേ, കൂടാതെ ആൺമരിയാണെങ്കിൽ ചാനൽ റിപ്പോർട്ടറുമാണ്, അപ്പോൾ ചാനലിൽ ഈ പ്രോഗ്രാം ഇടണ്ടെന്ന് വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ സംശയിക്കത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് മോളുടെ നമ്മുടെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് മോളുടെ മൊമെൻ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ചാനലിൽ വരട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് വേണമെന്ന് ചോദിക്കുക. അത് വേണം, മോളുടെ അംഗീകാരത്തിന് കിട്ടുന്ന അവാർഡ് നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്നിങ്ങനെ ദേവേന പറയുകയാണ്. അമ്മയുടെ മോൻ ബുദ്ധിമാനാണ്, അപ്പം അതിശേട്ടൻ ഇതെല്ലാം കണ്ടുപിടിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവേന പറയും ഇല്ല, ഞാൻ കണ്ടുപിടിക്കാൻ, ഞാൻ അത്രയ്ക്ക് ഗംഭീര അഭിനയമല്ല അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ ഇതിനകത്തൊന്നും നോക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ ദേവേന പറയുമ്പോൾ നാനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചാലോ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെടുക്കാനാ എന്നിങ്ങനെ ചോദിക്കുവാണേ. ആദർശേട്ടൻ ഇപ്പം ഞാൻ അവാർഡുമായിട്ട് ചെല്ലുന്നത് കാത്തിരിക്കുമായിരിക്കും. അപ്പോൾ ദേവേന പറയുകയാണ്, സത്യം പറഞ്ഞ അവൻ വരാതിരുന്നത് നന്നായി, അതിനുവേണ്ടി തന്നെയല്ലേ അമ്മ അതിന് വനിതകളുടെ പ്രോഗ്രാം ആക്കി മാറ്റിയത്. സത്യം പറഞ്ഞ മോളെ വെറുക്കുന്ന ഒരുപാട് അംഗങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ. അവരൊക്കെ ചാനലിൽ വരുന്ന വാർത്തയും കാണണം, അതുപോലെ സീനും എല്ലാം കാണണം. അതുപോലെ തന്നെ ഇനി മോൾക്ക് എല്ലാത്തിനും അമ്മയുടെ സപ്പോർട്ടും ഉണ്ടാവുമെന്നിങ്ങനെ ദേവേന പറയുകയാണേ. അമ്മ ഇപ്പം സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുക. അപ്പം ദേവേന പറയും, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആദർശിനെ കഴിഞ്ഞും ഒരു പടി കൂടുതൽ മോളെ ഞാനിപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണെന്ന് ഇങ്ങനെ പറയുകയാണെ. മോള് സത്യം പറഞ്ഞ ഭാഗ്യവതിയാ, അതുപോലെ ആദർശ ഭാഗ്യവാനുമാ. എന്നാൽ മോളുടെ അനിയത്തിയെയും അതുപോലെ തന്നെ അനിയെയും ഓർത്ത് എനിക്ക് എപ്പോഴും സങ്കടമാണ്. അനിയുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ പൊരുത്തക്കേടുകളും. അനിയും ആദർശും എനിക്ക് രണ്ടും രണ്ടല്ല മോളെ, അവർ ഒറ്റ മക്കളാണ് എനിക്ക്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് ഒരുപാട് സങ്കടമാണ് എന്നിങ്ങനെ പറയുകയാണെ. നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം അമ്മേ. അവിടെ പ്രശ്നം അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ അനാമികയ്ക്കാണെങ്കിൽ നല്ല കാര്യങ്ങൾ, നല്ല മാർഗനിർദ്ദേശങ്ങളല്ല അവരുടെ അച്ഛനും അമ്മയും നൽകുന്നത്. അപ്പോൾ ദേവേന പറയുന്നുണ്ട്, എനിക്കും ശരിയാണ്, എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ വേർപിരിയുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കാനും കൂടി പറ്റുന്നില്ല മോളെ. അപ്പൊ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടത്തിലിരിക്കുക കേട്ടോ. പെട്ടെന്ന് ദേവേനി അതൊക്കെ പോട്ടെ, നമ്മൾ ഇനി ഇവിടുന്ന് പോകാൻ പോകുന്ന ടെക്സ്റ്റൈൽസിലേക്കാണ്. മോൾക്ക് കുറച്ച് സാരിയൊക്കെ മേടിക്കണം, ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നയന ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്ന് ചോദിക്കുകയാണ്, അതെന്തിനാണമ്മേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുകയാണേ. അതുപോലെ മോള് കുറച്ച് സാരി എനിക്ക് സെലക്ട് ചെയ്ത് തരണം എന്ന് പറയുക. അപ്പം നയനക്ക് സന്തോഷമായിട്ട് നയന ചിരിക്കുവാണേ. അടുത്തായിട്ട് നമ്മുടെ ടെക്സ്റ്റൈൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനി നല്ലൊരു ബ്രൗൺ കളറിലെ സാരിയൊക്കെ എടുത്ത് വെച്ച് നാനയുടെ തോളത്തൊക്കെ വെച്ച് നോക്കിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാണ്, അമ്മ മറ്റാരെങ്കിലും കണ്ട പ്രശ്നമാവെന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അതിനല്ലേ നമ്മൾ ഒഴിഞ്ഞ മൂലയിലുള്ള ഒഴിഞ്ഞ കടയിൽ വന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ ഏതൊക്കെ കടയിൽ പോകുന്നു എന്ന് അമ്മയ്ക്കറിയാം. മോൾ ഇത് നോക്ക്, ഇത് ഇഷ്ടപ്പെട്ടോ നോക്ക്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. ദേ ഇതൊന്ന് പാക്ക് ചെയ്തേക്കേ. ദേ അങ്ങനെ എനിക്ക് മാത്രം എടുത്താൽ മതിയോ അമ്മേ? എന്നാ ശരി, മോളെ എനിക്കും കൂടി സെലക്ട് ചെയ്ത് കൊണ്ടുപോവാം. അപ്പൊ നയന ഇങ്ങനെ ആദ്യമായിട്ട് ഒരു സാരി ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കും കേട്ടോ. ഓ ഇത് എത്ര ചന്തം പോരാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറ്റിയിടുവേ. അതിനുശേഷം വേറെ ഒരു സാരി എടുക്കും കേട്ടോ, വൈറ്റ് കളറല്ലേ. ഇത് അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയും കേട്ടോ. കുഴപ്പമില്ല, നന്നായിട്ട് ഇങ്ങനെ എടുത്തോ എന്നിങ്ങനെ പറയുവാണേ. അമ്മയെ പോകണ്ടേ, ഇങ്ങനെ നിന്നാൽ മതിയോ? അപ്പോൾ ദേവേന ഇങ്ങനെ പറയും, രാത്രി ആയില്ലല്ലോ, ഇനിയും ഒരുപാട് സ്ഥലത്ത് നമുക്ക് പോകാനായിട്ടുണ്ട് എന്നിങ്ങനെ ദേവയാനി പറയുവേ. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി നവ്യ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നവ്യനെയാണ് കാണിക്കുന്നത്. നവ്യ ഇങ്ങനെ TV നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ആൻമരിയ പറയണേ, ഡിസൈനിങ് രംഗത്ത് മികവുറ്റ നയന മേഡത്തിന് അഭിനന്ദനങ്ങൾ, അവാർഡ് ഏറ്റുവാങ്ങി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ചെലച്ചിയും അബിയുടെ അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നവി ഇങ്ങനെ പറയുകയാണ്, വാ വാ എല്ലാവരും വാ, ഇതൊക്കെ കാണ് എന്നിങ്ങനെ പറയണേ. അങ്ങനെ നവ്യ ഓപ്പൺ ആയിട്ട് തന്നെ അനിയത്തിക്ക് ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ പറയുക കേട്ടോ,
അല്ലെങ്കിൽ വേറെ ആരും കാണുന്നില്ലല്ലോ സദസ്സിൽ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജലജ പറയും അവിടെ ആരും ഇരുന്നിട്ടുണ്ടാവില്ല, ചേച്ചി പോയിട്ടുണ്ട്, ചേച്ചി പോലും ഇരുന്നിട്ടുണ്ടാവില്ല, അവൾ അങ്ങനെയല്ലേ അത്രക്കാരിയല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ ആദർശ് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടു കൂടി. നയനയുടെ അസാധാരണമായ കഴിവുകൾ കണ്ടിട്ടാണ് ആദർശ് തൻ്റെ ജീവിതത്തിലേക്ക് നയനയെ ക്ഷണിച്ചത് എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ ആദർശ് സന്തോഷപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നയനയെ ഇങ്ങനെ വാനോളം പോഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ അനാമയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ നവ്യ പോയിട്ട് TV ഓഫ് ചെയ്യുക. അപ്പോൾ നവ്യക്ക് ഇങ്ങനെ ദേഷ്യം വരും, നീ എന്തിനാണ് ഇത് ഓഫ് ചെയ്തതെന്ന് ചോദിക്കും കേട്ടോ. സ്ത്രീകൾക്ക് ഒരുപാട് അഭിമാനമായിട്ടുള്ള ആളാണ് നവ്യ. അതുപോലെ തന്നെ ഈ വീഡിയോ ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ലേഡീസും ഒക്കെ കാണേണ്ടതാണെന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോൾ ജലജ പറയും, അവളുടെ കഴിവ് കണ്ടിട്ട് നീ വലിയ ആളാവാൻ നോക്കണ്ട, നിനക്ക് എന്തെങ്കിലും ആവാൻ പറ്റുമോ, നിനക്ക് ഒന്നും ആവാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്. അവള് 10 കാശെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, നിന്നെ പോലെയാണോ? അപ്പം നവ്യ പറയും, നിങ്ങളുടെ മോന് എന്നെ പോലെ ഒരു ഭാര്യ തന്നെ വലിയ കാര്യമെന്ന് പറയുകയെ. അതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മ ആകാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കും ഇല്ല. അതുപോലെ എൻ്റെ അനിയത്തെ ഉയർത്തിക്കാട്ടി എന്നെ കൊച്ചാക്കാനും നോക്കണ്ട. ഈ വീട്ടിലേക്ക് ഞങ്ങൾ വന്നപ്പം നിങ്ങൾ ഉൾപ്പെടെ പലരും മുഖം തിരിച്ചതാ. എന്നാൽ ഇന്ന് മൂർത്തീസ് ജ്വല്ലറിയുടെ പേരിനൊപ്പം അത്ര തലയുറപ്പുണ്ട് നയന എന്ന പേരിന് എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. നയന കളക്ഷൻസ് എന്ന് പറയുന്ന പേര് പോലും ഇന്ന് സ്ത്രീകൾക്കിടയിൽ ഫെമിലിയർ ആണ്. അതൊക്കെ കണ്ട് അസൂയപ്പെടാനും വിമർശിക്കാനും അല്ലാതെ നിങ്ങൾക്കൊന്നും നയനയുടെ മുന്നിലോട്ട് പോകാൻ കൂടി കഴിയില്ല എന്നിങ്ങനെ നവ്യ പറഞ്ഞ വാനോളം ഇങ്ങനെ പുകഴ്ത്തി ഇവരെ ഇടിച്ചു താഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഉൾപ്പെടെ എന്നിങ്ങനെ അനാമികയെ ചേർത്തിട്ട് നവ്യ പറയുകയാണ്. അപ്പൊ നമ്മുടെ അനിയുടെ അമ്മയ്ക്ക് സങ്കടം ദേഷ്യം വരികയാണ്. നീ എൻ്റെ മരുമകളെ ഒന്നിൽ കൂട്ടി ചേർക്കണ്ട, നിന്റെ അത്രയും നിന്നെ പോലെയല്ല എൻ്റെ മരുമകൾ എന്നിങ്ങനെ പറയും. നിന്നെ പോലെയല്ല ഇവളീ വീട്ടിലേക്ക് വന്നത് എന്ന് ഓർമ്മ വേണം. ഓ സമ്മതിച്ചു, പക്ഷേ എടുപ്പത് പൊന്നുമായിട്ടാണ് ഇവള് വന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ശരിയാ, ഞങ്ങൾ എടുപ്പത് പൊന്നുമായിട്ടൊന്നും അല്ല വന്നത്, എന്നാൽ ഇവൾ എടുപ്പത് പൊന്നുമായിട്ടൊക്കെ തന്നെയാണ് വന്നത്. എന്നാൽ അതുപോലെ തന്നെ അത്രയും ഭാരത്തോടെ ഇവളുടെ മനസ്സും ദുഷിച്ചതാണെന്ന് പറയുകയാണ്. അപ്പൊ ജലജ പറയാണ്, നീ ആരെക്കുറിച്ച് വേണമെങ്കിലും എന്തും പറഞ്ഞു, പക്ഷെ അനാമിക മോളെ പറ്റി ഒന്നും പറയില്ലെന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യ പറയാണ്, അനാമിക ഇവളെ കുറിച്ചിട്ടുള്ള യഥാർത്ഥ കഥകൾ പറഞ്ഞാൽ ഇതാ ഇവിടെ ഈ നിൽക്കുന്ന അമ്മായിയമ്മ പോലും കൂടെ ഇവളുടെ കാരണത്തടിക്കും പറയുകയാണ് നവ്യ. വെറുതെ ഓരോന്ന് പറയാതെ മോളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തുറന്ന് പറയടി എന്നിങ്ങനെ അനിയുടെ അമ്മ പറയുകയാണേ. ഇവളുടെ അനിയത്തി നന്ദു അനിയെ മോഹിച്ച് നടക്കുന്നുണ്ട്, അതിനെ വിമർശിച്ചിട്ടുള്ളതല്ലാതെ മോളുടെ ഭാഗത്തേക്ക് എന്ത് തെറ്റാടി ഉള്ളതെന്ന് ഇങ്ങനെ ജലജ നവ്യയോട് ചോദിക്കുകയാണ്. അതെ, തെറ്റെന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, ഇനി ഞാനത് വിളിച്ചു പോകുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ അനാമികയുടെ മുഖത്ത് ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നെ തോൽപ്പിക്കാൻ വന്ന ഞാൻ മിണ്ടാതിരിക്കത്തില്ല, അത് നീ മനസ്സിലാക്കിക്കോണം എന്നിങ്ങനെ നവ്യ താക്കീത് കൊടുക്കുകയാണ്. അതെന്താ മോളെ അവൾ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അനാമിക പറയാണ്, അവളോടൊന്നും വായിട്ടലക്കാൻ എനിക്ക് വയ്യ അമ്മേ. അപ്പൊ ജലജ പറയുകയാണ്, അതാണ് നല്ലത്. അല്ല ജാനകി, അവൾക്ക് അവാർഡ് കൊടുക്കുമ്പം ഏട്ടത്തി ഇതെല്ലാം എങ്ങനെ കണ്ടുകൊണ്ട് നിന്നു എന്ന് എനിക്ക് സംശയം എന്ന് പറയും കേട്ടോ. അപ്പം അവർ പറയുകയാണ്, എനിക്കും അത് തന്നെയാണ് സംശയം. അപ്പോൾ ഈ പോയവളെ കഴിഞ്ഞും വലിയ നാടകക്കാരിയാണ് അവള്. വലിയമ്മേനെ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കളികൾ അവൾ ഇവിടെ കളിച്ചതെന്നിങ്ങനെ അനാമിക പറയുകയാണ്. ആ ദേഷ്യമൊക്കെ ഏട്ടത്തിയുടെ മനസ്സിലുണ്ട് മോളെ. നമ്മളായിട്ട് ഇതിനെ ആളി കത്തിക്കുക വേണ്ടത്. ഏട്ടത്തി വിചാരിച്ചാലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ അവൾ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുള്ളൂ. പുറത്താക്കണം അപ്പച്ചി രണ്ടിനെയും, അല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം അനാമികയൊക്കെ അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. എന്നാലും മനസ്സിലൊരു സങ്കടം കേട്ടോ. ഇനി ആ ഒരു ഫംഗ്ഷന് അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കളർഫുൾ ആക്കാമായിരുന്നു. നയനോടൊപ്പം അമ്മയും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നെങ്കിൽ സന്തോഷമാകുമായിരുന്നു. ഇനി എന്നാണോ അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുക എന്നിങ്ങനെ ആദർശ് മനസ്സിൽ ആലോചിച്ച് നെടുവേർപ്പെടുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും നയനയും അതുപോലെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ആദർശ് നയനെ വിളിക്കുകയാണ്.
അപ്പോൾ അവാർഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ മറന്ന് കാണുമോ എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ നായനെ പറയും അതെന്താ ആദർശിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും കേട്ടോ. പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ നായനെ പറയും ഇവിടെ അത് തൊട്ടടുത്തൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ റിസപ്ഷനിലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ആദർശ് പറയും എന്നിട്ട് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നയന പറയുകയാണ് കൂവിക്കൊണ്ടാണോ എല്ലാവരും ഫംഗ്ഷൻ നടത്തുന്നതെന്ന് ഇങ്ങനെ പറയുകയെ. അമ്മ എന്തെയും ചെയ്യും കേട്ടോ. അമ്മ എവിടെയാണെന്ന് അറിയില്ല, ഫംഗ്ഷൻ നടക്കുമ്പോൾ സദസ്സിലുണ്ടായിരുന്നു. അവാർഡ് തന്നെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മേനെ കണ്ടില്ല എന്നിങ്ങനെ നയന. നീ ആ അവാർഡ് മേടിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാലും നീ അത് മേടിച്ച് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് സന്തോഷമായി കാണും, ആ ടെൻഷൻ മാറി കാണും. അമ്മയുടെ കൂട്ടുകാരിയാണല്ലോ ഫംഗ്ഷൻ നടത്തിയത്, അപ്പം നീ മേടിക്കാതിരുന്ന അമ്മയ്ക്ക് ടെൻഷൻ ആവൂലേ എന്നിങ്ങനെ പറയുകയാണ്. ഏതൊക്കെയായാലും അമ്മയും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയി? അറിയില്ല, ചിലപ്പോൾ ദേഷ്യം കാരണം മാറി നിൽക്കുമായിരിക്കും. അല്ല അതെന്തിനാ ദേഷ്യം? അല്ല, നിന്നെ അവാർഡ് ദാന ചടങ്ങിന് വരാനായിട്ട് അമ്മയ്ക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു, അപ്പം അതുകൊണ്ടൊരു ദേഷ്യം കാണും. അതുകൊണ്ടാണ് ഇത്രയും സമയമായിട്ടും വീട്ടിലെത്താത്തത്. അപ്പം ഇങ്ങനെ നയന പറയുകയാണേ. അത് ചിലപ്പോൾ ശരിയായിരിക്കും. എന്നാ പിന്നെ നീ പെട്ടെന്ന് വാ, അവാർഡ് മേടിച്ചുകൊണ്ട് വരുന്ന ഭാര്യയെ കാണാൻ എനിക്ക് തിടുക്കമായി എന്ന് പറയും കേട്ടോ. ശരി പറഞ്ഞിട്ട് രണ്ടാളും ഫോൺ കട്ട് ചെയ്യുകയാണേ. വാ, പെട്ടെന്ന് ചെല്ലാൻ ആദർശേട്ടൻ പറഞ്ഞത്. അതെ അതെ, ഇനി പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ അവന് സംശയം തോന്നില്ലേ മോളെ എന്നിങ്ങനെ പറയും. അപ്പോൾ ആദർശൻ ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.